മെഡുല്ല ഒബ്ലോങ്ങേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗം സുഷുമ്ന. സുഷുമ്ന സ്ഥിതി ചെയ്യുന്ന നട്ടെല്ലിൻ്റെ ഭാഗം ന്യൂറൽ കനാൽ. സുഷുമ്നയുമായി യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലോങ്ങേറ്റ. സുഷുമ്നയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലം മെനിഞ്ചസ്. നടത്തം, ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് സുഷുമ്ന. സുഷുമ്നയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെ. പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെ. ശരീരത്തിൽ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുമ്നാ നാഡി. ഒരു ഉദ്ദീപനത്തിൻ്റെ ഫലമായി അനൈച്ഛികമായും പെട്ടെന്നും ശരീരത്തിലുണ്ടാകുന്ന ചലനം റിഫ്ലക്സ് ആക്ഷൻ. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ അവയവങ്ങളുടെ സഞ്ചാരപാത റിഫ്ലക്സ് ആർക്ക്. റിഫ്ലക്സ് ആക്ഷൻ്റെ ഉപജ്ഞാതാവ് ഇയാൻ പെട്രോവിച്ച് പാവ്ലോവ്. സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സ് സെറിബ്രൽ റിഫ്ലക്സ്. കണ്ണിൽ പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നത് ഏതു തരം റിഫ്ലക്സ് പ്രവർത്തനമാണ്? സെറിബ്രൽ റിഫ്ലക്സ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലമുണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ് രോഗം. ഡോപ്പമിൻ എന്ന നാഡീപ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ്. ഷെയ്ക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം പാർക്കിൻസൺസ്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് മൂലമോ കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകളുടെ നാശം മൂലമോ ഉണ്ടാകുന്ന രോഗം അൽഷിമേഴ്സ്. സ്മൃതിനാശക രോഗം എന്നറിയപ്പെടുന്നത് അൽഷിമേഴ്സ്. മസ്തിഷ്കത്തിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന രോഗം അപസ്മാരം.